നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസം കഴിയുമ്പോൾ യൂട്യൂബ് ഓരോ അപ്ഡേറ്റുകളായിട്ട് വരുന്നു, ഓരോ പോളിസികൾ മാറ്റുന്നു. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പുതിയ ചാനലുകൾ ക്രിയേറ്റ് ചെയ്ത് അത് മോണിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയായിട്ട് മാറുകയാണ്. മോണിറ്റൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല 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 പരിപാടികളാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടിരുന്നത്. അങ്ങനെ 3 അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾ പുതിയൊരു ചാനലുള്ളവരാണെങ്കിലും പഴയ ചാനലുള്ളവരാണെങ്കിലും യൂട്യൂബിൽ വന്നിട്ടുള്ള ഈ അപ്ഡേറ്റ്സിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്ന് പറയാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെ യൂട്യൂബുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്തേക്കുക. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് യൂട്യൂബിന്റെ തന്നെ ഹെൽപ്പ് സെന്റർ ആണ്. യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസിയൊക്കെ അപ്ഡേറ്റ് ആവുന്നത് ഇവിടെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. ഈ കാണുന്നതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. വെൻ യു യൂസ് മ്യൂസിക് ജനറേറ്റഡ് ബൈ ഡ്രീം ട്രാക്ക് ഇൻ എ ലോങ് ഫോം വീഡിയോ, യുവർ വീഡിയോ വോണ്ട് ബി മോണിറ്റൈസ്ഡ് വയ ആഡ്സ് ഓർ സബ്സ്ക്രിപ്ഷൻ. അതേപോലെ തന്നെ യൂട്യൂബ് പ്രീമിയം റവന്യൂ ഷെയർ. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഡ്രീം ട്രാക്ക് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ യൂട്യൂബ് കൊണ്ടുവന്നിരുന്നു. അതായത് AI ജനറേറ്റഡ് ആയിട്ട് നമുക്ക് മ്യൂസിക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോകളിൽ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്. പക്ഷെങ്കിൽ ഈ ഷോർട്ട് വീഡിയോ അല്ല, നമ്മുടെ ലോങ് വീഡിയോസിൽ ഈ ഡ്രീം ട്രാക്ക് മ്യൂസിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോകൾ നമുക്ക് ഇനി മുതൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഡ്രീം ട്രാക്ക് മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് ഏൺ ചെയ്യാം എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും തന്നെ ഇനി മോണിറ്റൈസ്ഡ് ആയിരിക്കത്തില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഷോർട്ട് വീഡിയോസിൽ നിങ്ങൾക്ക് ഈ ഡ്രീം ട്രാക്ക് മ്യൂസിക്കുകൾ ഉപയോഗിക്കാനും സാധിക്കും. ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. രണ്ടാമത്തെ അപ്ഡേറ്റ്, നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പബ്ലിക് വാച്ച് അവർ വേണം. ഈ പബ്ലിക് വാച്ച് അവർ എങ്ങനെയാണ് കൊണ്ടിരുന്നത്? ഓർഗാനിക് ആയിട്ട് നമ്മുടെ വീഡിയോകൾ ആളുകൾ വാച്ച് ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന വാച്ച് അവർ ആണ് ഈ പബ്ലിക് വാച്ച്. അപ്പം നമ്മൾ എന്തെങ്കിലും ഉടായ്പൊക്കെ കാണിച്ചിട്ട് വീഡിയോയിൽ വ്യൂ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാച്ച് അവർ കൊണ്ടുവന്ന് കഴിഞ്ഞാലും അത് പബ്ലിക് വാച്ച് അവർ ആയിട്ട് വരും. പക്ഷെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പബ്ലിക് വാച്ച് അവർ അങ്ങ് ഡൗൺ ആയിപ്പോ, അതായത് അത് യൂട്യൂബ് കട്ട് ചെയ്ത് കളയും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഇപ്പൊ യൂട്യൂബ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മുടെ യൂട്യൂബിന്റെ ആ ഒരു ഏൺ സെക്ഷനിൽ, മോണിറ്റൈസേഷന്റെ ആ ഒരു പബ്ലിക് വാച്ച് അവർ അപ്ഡേറ്റ് ആവുന്ന ആ ഒരു സെക്ഷനിൽ ഇനി 7 ദിവസത്തിന് ശേഷമേ നമുക്ക് കിട്ടിയ വാച്ച് അവർ മോണിറ്റൈസേഷന്റെ ആ ഒരു പബ്ലിക് വാച്ച് അവറിന്റെ സെക്ഷനിലേക്ക് അപ്ഡേറ്റ് ആകും. മനസ്സിലായി? അതായത് നമ്മൾ എന്തെങ്കിലും തരികിട കാണിച്ച് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി വാച്ച് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് 7 ദിവസത്തിനുള്ളിൽ അത് നമ്മുടെ തരികിട പരിപാടിയിലൂടെയാണ് വ്യൂ കൊണ്ടുവന്നത് അല്ലെങ്കിൽ വാച്ച് അവർ കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബ് അത് കട്ട് ചെയ്ത് കളയും. അതിനുശേഷം എത്രയുണ്ടോ അത്രയും മാത്രമേ പബ്ലിക് വാച്ച് അവർ ആയിട്ട് കാണിക്കത്തുള്ളൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, അതായത് ചാനലിന്റെ ടോട്ടൽ വാച്ച് അവർ കൂടുതൽ കാണിക്കുന്നു, പക്ഷെങ്കിൽ ഈ മോണിറ്റൈസേഷന്റെ ആ ഒരു സെക്ഷനിൽ വാച്ച് അവർ കുറച്ച് കാണിക്കുന്നത് എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ച്, അത് ഇതാണ് സംഭവം. അതായത് ഇനി 7 ദിവസത്തിന് ശേഷമേ നമുക്ക് ഈ ഒരു പബ്ലിക് വാച്ച് അവർ എത്രയാണോ മോണിറ്റൈസേഷൻ വേണ്ടത് അത് നമ്മുടെ മോണിറ്റൈസേഷൻ സെക്ഷനിലേക്ക് അപ്ഡേറ്റ് ആകത്തുള്ളൂ. അപ്പം ഇതും ഒരു പണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചില ഊടായ്പകളൊക്കെ കാണിച്ച് വ്യൂ ഉണ്ടാക്കി അതിലൂടെ വാച്ച് അവർ കൂട്ടുന്ന പല ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയൊരു പണിയായിട്ട് ഇത് മാറാനാണ് സാധ്യത. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വാച്ച് അവർ കൊണ്ടുവരുന്നത് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പൈസയൊക്കെ കൊടുത്തിട്ട് ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്. ആ പരിപാടി ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ മോണിറ്റൈസേഷന് വേണ്ടി കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് നഷ്ടമാകും. പിന്നെ നിങ്ങളുടെ ചാനലിൽ റീച്ച് ഉണ്ടാകത്തില്ല, നിങ്ങളുടെ ചാനൽ ഗ്രോ ആകത്തില്ല, നിങ്ങളുടെ ചാനൽ ഡെഡ് ആയി. വെറുതെ നിങ്ങളുടെ കയ്യിലുള്ള അത്രയും എത്ര പൈസയാണോ നിങ്ങൾ ആ മോണിറ്റൈസേഷൻ കൊടുക്കുന്നത്, 10,000 15,000 ഒക്കെയാണ് ഓരോരുത്തർ വാങ്ങുന്നത്. അപ്പൊ അത്രയും പൈസയൊന്നും കൊടുത്ത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യരുത്. ഈ ചിലപ്പം 1000-ൽ ഒരാളുടെ ചാനൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വരാം. ബാക്കി 1999 പേരും വെറുതെ അവരുടെ പൈസ നഷ്ടപ്പെടുകയാണ്. കാരണം മോണിറ്റൈസ് ആകും, മോണിറ്റൈസ് ചെയ്തതിന് ശേഷം പിന്നെ വ്യൂ ഇല്ലെങ്കിൽ നമുക്ക് എവിടുന്നാണ് ഏണിങ്സ് ഉണ്ടാകുക? ഈ കാര്യം ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പരിപാടി ചെയ്യരുത്. നിങ്ങൾക്ക് ഓർഗാനിക് വ്യൂ, നിങ്ങളിടുന്ന കണ്ടന്റുകൾ ആളുകൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ചാനലിലേക്ക് വന്ന് നിങ്ങളുടെ വീഡിയോകൾ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പബ്ലിക് വാച്ച് അവർ വെച്ച് തന്നെ നിങ്ങൾ മോണിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ അതേ പറയത്തുള്ളൂ. കാരണം എന്നെ ഒരുപാട് പേര് ഓരോ ദിവസം സമീപിക്കുന്നുണ്ട്, ചേട്ടാ മോണിറ്റൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം, എവിടെ നിന്ന് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും, ചേട്ടാ വാച്ച് അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് മെസ്സേജ് വരാറുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു പരിപാടിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാനും താല്പര്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള പൈസ അതിലൂടെ നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം യൂട്യൂബിന് പോലും അത് താല്പര്യമില്ല അങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തുക. കാരണം യൂട്യൂബിനും അത് അറിയാം, ഗൂഗിളിന് അത് അറിയാം. അങ്ങനെ നമ്മൾ വ്യൂ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ടാക്കി മോണിറ്റൈസ് ആകും, അതിനുശേഷം പിന്നെ പ്രയോജനം ഇല്ലാതാവും. മനസ്സിലായോ? അത് നിങ്ങളോട് മനസ്സിലാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലെ പൈസ നഷ്ടപ്പെടും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് പറയാം. ഈ ഒരു ഹെൽപ്പ് സെന്ററിന്റെ ആ ഒരു പേജിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയും. മോണിറ്റൈസേഷൻ്റെ ഈ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അതായത് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മുടെ ചാനലിന്റെ തീം എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ മോസ്റ്റ് വ്യൂഡ് വീഡിയോ ഏതാണ്, ആ വീഡിയോയിൽ എവിടെ നിന്നാണ് വാച്ച് അവർ വന്നത്, ഏത് രീതിയിലാണ് ആ വീഡിയോ പെർഫോം ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്യൂബ് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ടുള്ള
ചില വീഡിയോകളിലൂടെ യൂട്യൂബ് ചെക്ക് ചെയ്യും. അതിനോടൊപ്പം നമുക്ക് കിട്ടിയ വാച്ച് അവർ ഇപ്പോൾ 4000 മണിക്കൂറാണ്. ആ 4000 മണിക്കൂറിന്റെ ഏറ്റവും കൂടുതൽ വാച്ച് അവർ നമുക്ക് ഏത് രീതിയിലാണ് വന്നത്, എങ്ങനെയാണ് കിട്ടിയത്, എവിടെ നിന്നാണ് കിട്ടിയത്, ഈ കാര്യവും യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യും. വീഡിയോ മെറ്റാഡേറ്റയും ചെക്ക് ചെയ്യും. മെറ്റാഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റില്, ഡിസ്ക്രിപ്ഷന്, തമ്പനയില്, ടാഗ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ മെറ്റാഡേറ്റയിൽ വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളും ചെക്ക് ചെയ്യും. പിന്നെ അതിനോടൊപ്പം തന്നെ ഇപ്പൊ പുതിയൊരു കാര്യം കൂടി ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ചാനൽ എബൌട്ട് സെക്ഷൻ. അതായത് ആരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ് യൂട്യൂബ് ചാനലിന്റെ എബൌട്ട് സെക്ഷൻ. എബൌട്ട് സെക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മോണിറ്റൈസേഷൻ തരാതെ റിജക്ട് ചെയ്യും. മനസ്സിലായി? ആ ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടാതെ പോകും. അപ്പൊ അതുകൊണ്ട് എബൌട്ട് സെക്ഷൻ കറക്റ്റ് ആയിട്ട് എഴുതുക. അതായത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എന്റെ ചാനലിന്റെ എബൌട്ട് സെക്ഷൻ. അതായത് നമ്മുടെ ചാനൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇവിടെ ഈ മോർ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പൺ ആകുന്നത് എബൌട്ട് സെക്ഷൻ ആണ്. എബൌട്ട് സെക്ഷനിൽ നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ നമുക്ക് സ്പോൺസർഷിപ്പ് വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് ഇമെയിൽ ID, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ അതുകൂടെ കാണിച്ചു തരാം. നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോ ഉണ്ടല്ലോ, അത് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ കസ്റ്റമൈസേഷനിൽ വരിക. ഇവിടെ നിങ്ങൾക്ക് ബേസിക് ഇൻഫോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, അതായത് ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്, എബൌട്ട് സെക്ഷൻ ആണ് നമ്മളിവിടെ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനും പഴയ കാര്യങ്ങൾ വേണ്ടാത്ത റിമൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ചാനലിന്റെ എബൌട്ട് സെക്ഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഓരോ രീതിയിൽ നിങ്ങൾക്ക് ഈ ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യാനും പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ലിങ്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നൊന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്താൽ അടുത്ത ദിവസം ഞാനൊരു വീഡിയോയിൽ ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇതാണ് 3 അപ്ഡേറ്റ്. ഈ 3 അപ്ഡേറ്റിലൂടെ മോണിറ്റൈസേഷൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പാടായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഗാനിക് വ്യൂ തന്നെ കൊണ്ടുവന്ന് നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുക. ഈ ഓർഗാനിക് വ്യൂ എന്ന് പറയുന്നത് എങ്ങനെ ഈ ഓർഗാനിക് വ്യൂ വരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക് താല്പര്യമുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓർഗാനിക്കായിട്ട് അവർ നിങ്ങളെ തേടി. അങ്ങനെ വരുന്ന വ്യൂ കിട്ടിക്കൊണ്ട് മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ട് നമുക്ക് അതിൽ നിന്ന് പ്രയോജനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണം. നമ്മൾ 1000 ലൈക്കിന്റെ ടാർഗറ്റ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.